കുറച്ചുകൂടി പൈസ വേണം അല്ലേ? നേരത്തെ നമുക്ക് നേരത്തെ പഠിച്ച പോലെയൊന്നും പറ്റില്ല. അതുപോലെ പുസ്തകങ്ങൾ കുറേ കൂടുതൽ വേണം. ഇതാണ് മകനെ ഇതുവരെ പഠിപ്പിച്ചത്. അപ്പോൾ ഇനി ഇങ്ങനെ പറ്റില്ല, കുറച്ചുകൂടി അധ്വാനിക്കണം. അങ്ങനെ വന്ന് അമ്മ രാത്രിയും പകലും പണിയെടുക്കണം. രാത്രിയും പകലും അമ്മ പണിയെടുത്ത് മകനെ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിന് ശേഷം അവൻ ഭക്ഷണം കഴിക്കുക, പഠിക്കുക, ഇതല്ലാതെ വേറെ അവന് പണിയില്ല. അപ്പോൾ നല്ലപോലെ പഠിച്ച് ബി എ പാസ്സായിട്ട് അപ്പോഴേക്കും അമ്മ ഭയങ്കര ക്ഷീണമായി. അമ്മ അപ്പോൾ രാത്രിയും പകലും പണിയെടുത്ത് അമ്മ ഭയങ്കരമായി ക്ഷീണിച്ചു. അപ്പം മകനിങ്ങനെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ഒരു ജോലി കിട്ടാൻ, നല്ല ജോലി കിട്ടി അമ്മയെ ഇത്രയും കാലം കഷ്ടപ്പെട്ട അമ്മയെ നല്ലപോലെ വളർത്തണം. അങ്ങനെ വളർത്താൻ കാത്തിരിക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്തു? ജോലി അന്വേഷിച്ച് പല തുടങ്ങുമ്പോൾ ആദ്യമായി അവർക്ക് തുടങ്ങിയൊരു സ്ഥാപനം വേണം അല്ലേ? ആരെങ്കിലും സ്ഥാപനത്തിൽ ആരെങ്കിലും ഏൽപ്പിക്കാം. അങ്ങനെ ഏൽപ്പിക്കാനായി നോക്കുമ്പോൾ പിന്നെ രാജേന്ദ്രൻ്റെ ആരോ പറഞ്ഞു കൊടുത്തു. അന്വേഷിച്ച് വന്നപ്പോൾ ആരെങ്കിലും നല്ല ആളുകളുണ്ടോ, വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ഒരാൾ രാജേന്ദ്രനെ പറ്റി ഈ വ്യാപാരിയോട് പറഞ്ഞു. അപ്പോൾ വ്യാപാരി നേരെ രാജേന്ദ്രൻ്റെ വീട്ടിൽ അന്വേഷിച്ചു. എന്നതിന് ശേഷം വ്യാപാരി പറഞ്ഞു, ഞാനൊരു കച്ചവട സ്ഥാപനം തുടങ്ങാൻ പോവാണ്. എനിക്കൊരു മാനേജറെ വേണം. എന്നെ തേടി അവരുടെ വീട്ടിലൊന്ന് രാജേന്ദ്രനെ കണ്ടു. രാജേന്ദ്രനെ കണ്ടപ്പോൾ നല്ല ചെറുപ്പക്കാരൻ, നല്ല സൗന്ദര്യമുള്ളവൻ, നല്ല സ്വഭാവം എല്ലാം കണ്ടപ്പോൾ ഈ വ്യാപാരിക്ക് ഈ രാജേന്ദ്രനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ രാജേന്ദ്രനോട് പറഞ്ഞു, ശരി, നിനക്ക് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ മാനേജർ ആയിട്ട് നിന്നെ നിയമിക്കാം എന്ന് പറഞ്ഞ് അയാളെ പോയി. കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ലപോലെ വയസ്സായി ക്ഷീണിച്ചിട്ടുണ്ട്. നല്ലപോലെ ക്ഷീണിച്ചൊരു സ്ത്രീ കൂടി അവിടെ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. കണ്ടപ്പോൾ ഈ വ്യാപാരിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ വ്യാപാരി പറഞ്ഞു, ഇതാരാണെന്ന് രാജേന്ദ്രനോട് ചോദിച്ചു. അപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞു, അതിവിടുത്തെ വേലക്കാരിയാണ്. ഒരാൾ നേരത്തെ രാജേന്ദ്രനെ പറ്റി സൂചിപ്പിച്ച അയാളെ കണ്ടു. അയാളോട് പറഞ്ഞു, ഞാൻ രാജേന്ദ്രന് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. അടുത്ത ആഴ്ച ഞാൻ മാനേജറായിട്ട് ജോലി കൊടുക്കും എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. ആ സമയത്ത് ആ പരിചയപ്പെട്ട ആൾ പറഞ്ഞു, ആ പാവം ആ അമ്മ രക്ഷപ്പെട്ടു. എന്താണ് പറഞ്ഞത്? ആ അമ്മ രക്ഷപ്പെട്ടു. ഉണ്ട്, വാസ്തവത്തിലുണ്ട്. പക്ഷെ ഇവൻ അമ്മയുണ്ടെന്ന് പറഞ്ഞോ? അമ്മ എന്താ, അവൻ ആരെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞു? വേലക്കാരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ആ മകനെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചു. ഇപ്പോൾ അവർക്കൊന്നിനും വയ്യ. പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. കുഞ്ഞുമക്കളെപ്പോൾ അവിടേക്കും പോകണ്ട കേട്ടോ. കുഞ്ഞു ഭക്ഷണമൊക്കെ ഉണ്ട്. ആ പാത്രം കുറച്ച് കണ്ടി
तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् भूर्भुवः स्वः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् भूर्भुवः स्वः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् भूर्भुवः स्वः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् भूर्भुवः स्वः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् भूर्भुवः स्वः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् भूर्भुवः स्वः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् भूर्भुवः स्वः ॐ भूर्भुवः स्वः देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् भूर्भुवः स्वः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् भूर्भुवः स्वः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् भूर्भुवः स्वः ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् धियो यो नः प्रचोदयात् ॐ भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् भर्गो देवस्य धीमहि भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् ॐ भूर्भुवः स्वः
തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. കുറേ പ്രാവശ്യം ചൊല്ലുമ്പോൾ ശരിയാണ്. ഓരോരുത്തരായിട്ടൊന്ന് മന്ത്രം ചൊല്ലി നോക്കട്ടെ. ഗായത്രി മന്ത്രം ഓരോരുത്തരായിട്ട് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അല്ല ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. തല്ലു വീഴാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ശരി എന്നാൽ പിന്നുള്ളത് വെച്ചു. ഇനിയിപ്പോൾ അവർ നമ്മൾ ധാരണ യോഗിയെങ്കിലേ നടക്കും. ചെയ്യാവുന്നുള്ളൊരു പൈസയായിട്ട് ആ വലിയ തെറ്റ് വെച്ചാൽ അതല്ലെങ്കിൽ താഴെ മധ്യഭാഗത്ത് മക്കളൊക്കെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഇത് എന്ത് ഓർമ്മ നിങ്ങൾ വിളിച്ചിട്ട് നമ്പറല്ല, ഞാൻ മണേറിന്റെ നമ്പർ എന്റെ ഫോണിൽ സേവ് ആയി. ഞാനത് ഐഡിയന്റെ നമ്പറാണ് ചിലപ്പോൾ. ജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തു തേ ശുഭം കരോതു ആരോഗ്യം സുഖസമ്പദാ ദ്വേഷബുദ്ധിവിനാശായ ആത്മജ്യോതിർനമോസ്തു തേ ആത്മജ്യോതി പ്രദീപ്തായ ടീച്ചർ കുറച്ച് സൈഡ് നിന്നിട്ട് ജ്യോതി പ്രദീപ്തായ ഗുരുർജ്യോതി നമോസ്തു തേ
മതി.